ഹൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഓണം എക്സാം എല്ലാം കഴിഞ്ഞു. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം ജെയുടെ GIB, ദാറ്റ് ഈസ് നമ്മുടെ സൂപ്പർ കിങ്സ് GIB അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 29 ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ. അപ്പം അതിനോടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റിവിഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറാക്കി മസ്റ്റായിട്ടും നിങ്ങൾ GIB എഴുതണം. കാരണം നിങ്ങൾ ഫസ്റ്റ് GIB എഴുതിയവരാണ്. അതിൽ നിന്നുള്ളൊരു സ്കോർ അനാലിസിസ് ആണ് ഇനി വരുന്ന GIBയിലും ഇനി വരുന്നത്. കാരണം നമ്മുടെ മുമ്പിലേക്ക് ഇനി വരുമ്പം 3 മാസങ്ങളോളമാണ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത്. അപ്പം ജെയ്ക്ക് മുമ്പായിട്ടുള്ള പ്രിപ്പറേഷൻസിൽ വളരെയധികം റോൾ വഹിക്കുന്ന ഒരു എക്സാം തന്നെയായിരിക്കും ഈ 29 GIB. അപ്പോൾ ഈ GIBയിലേക്കുള്ള പോർഷൻസ് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ ഇനി നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ട എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫിസിക്സിൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തൊട്ട് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ GIBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. കെമിസ്ട്രിയിലേക്ക് വരുമ്പം കെമിസ്ട്രിയിലുള്ളത് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സും D and F ബ്ലോക്ക് എലമെന്റ്സും ആണ് കെമിസ്ട്രിയിൽ നിങ്ങൾ നോക്കേണ്ടത്. സിമിലർലി മാത്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പം ഒരു GIB എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്ലാരിറ്റി കിട്ടി കാണും. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ഈ ഒരു ടൈം ഗ്യാപ്പിൽ. അപ്പോൾ എവിടെ നിങ്ങൾ മാർക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. നമ്മളിപ്പോൾ JEE ഒക്കെ എഴുതുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, മാക്സിമം കെമിസ്ട്രി എല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക, ഫിസിക്സും അറിയാവുന്ന മാക്സിമം അറ്റൻഡ് ചെയ്യുക, മാത്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക എന്നുള്ളൊരു അറേഞ്ച്മെന്റിൽ വേണം പോകാൻ. കാരണം നിങ്ങൾക്കറിയാം, ഒരു 300 എഴുതുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു 180 എബോവ് മാർക്കൊക്കെ സ്കോർ ചെയ്താൽ യു ആർ സേഫ്. നിങ്ങൾക്കൊരു നല്ലൊരു 99% എബോവ് ഉള്ളൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എയിമും അത് തന്നെ ആയിരിക്കണം. ഈ വരുന്ന പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ മാത്സിലും ഇതേപോലെ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് തന്നെ തുടരാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, ഒരു എക്സാം എഴുതുമ്പം നമുക്കൊരു പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി വേണം. ഒരു എക്സാം എഴുതിയത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മോക്സ് ഒക്കെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാനും വരാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.